ആത്മബന്ധു. ഈ വഴികൾ, നീളമുള്ള വഴികൾ, ദൂരമേറെയുള്ള യാത്രകൾ, യാത്രകൾക്കൊടുവിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനുള്ള ധൃതി, അങ്ങനെ നമുക്കെല്ലാം എത്തിച്ചേരുവാനുള്ള ധൃതിയോടുകൂടി ഈ വഴികളിൽ സഞ്ചരിക്കേണ്ടുന്നതായ ആവശ്യകതയുണ്ടാകുമ്പോൾ ഈ സഞ്ചാരമാണ് ജീവിതമെന്നും എത്തിച്ചേരൽ ഒരു പൂർണ്ണമാകലാണ് എന്നും മനസ്സിലാക്കുമ്പോൾ ലക്ഷ്യത്തെക്കാൾ പ്രാധാന്യം ലക്ഷ്യത്തിലേക്കെത്താനുള്ള സഞ്ചാരമാണ് എന്നറിഞ്ഞുകൊണ്ട് ദീർഘമായ വഴികളിൽ തളരാതെ നടക്കുവാൻ, നടന്നുകൊണ്ടേയിരിക്കുവാൻ നമുക്ക് ശക്തി നേടാം. പ്രിയപ്പെട്ട കവയത്രി സുഗതകുമാരി ടീച്ചർ പാടിയിട്ടുണ്ട്, എൻ്റെ വഴിയിലെ നിഴലിനും നന്ദിയെന്ന്. സകലതിനും നന്ദി പറയുമ്പോൾ സ്വന്തം നിഴലിന് പോലും നന്ദി പറയുവാൻ പ്രാപ്തിയുള്ളവരായി നമ്മൾ ജീവിക്കുമ്പോൾ നന്ദി എന്നത് രണ്ടക്ഷരം മാത്രമല്ല, പ്രത്യാശയും പ്രതീക്ഷയുമാണ്. ജീവിതത്തിൻ്റെ സകല നിധികളെയും സ്വന്തമായി സൂക്ഷിച്ചുകൊണ്ട് ഈ നിമിഷത്തെ മഹനീയമായൊരു നിധിയായി കണ്ടുകൊണ്ട് മുന്നോട്ടു പോകേണ്ടുന്ന യാത്രികരാണ് നമ്മൾ. വഴിയാത്രികർ. വഴികൾ പലതായാലും യാത്രികരാണ് എന്നതാണ് പൊതുസ്വഭാവം. യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ. ഈ യാത്രയിൽ അകത്ത് തെളിയുന്നതിനെയൊക്കെ അറിയുവാനും ഉൾക്കൊള്ളുവാനും ശ്രമിക്കുക. മനോഹരമായതിനെ, വിശേഷമായതിനെ കാണുവാൻ വേണ്ടി കണ്ണുകൾ തുറക്കുക. നിരന്തരമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പണ്ട് മുത്തശ്ശി പറഞ്ഞു തരാറുള്ള ഒരു കഥയുണ്ട്. ഈശ്വരനിൽ വിശ്വസിക്കുമ്പോൾ, ഈശ്വരനിൽ സർവ്വതും സമർപ്പിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ഈശ്വരൻ ചെയ്യുമെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മൾ വേണ്ടപ്പോൾ വേണ്ടതുപോലെ പ്രവർത്തിക്കുവാനുള്ള ബുദ്ധിശക്തി നേടണമെന്ന്. ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് മുത്തശ്ശി പറഞ്ഞു തരാറുള്ളൊരു കഥയുണ്ട്. ആ കഥയിലെ ദരിദ്രനായ ഒരു ബ്രാഹ്മണനുണ്ട്. ദാരിദ്ര്യം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതെങ്കിലും ഒരു വഴിയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നയാൾ. ഒരുപാടൊന്നും നേടിയില്ല എങ്കിലും തനിക്കും കുട്ടികൾക്കും ഭാര്യയ്ക്കും ഒരേ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. ആ ആൾ ഒരു ക്ഷേത്ര പൂജാരിയാണ്. മഹാദേവനെ നിത്യവും ഉപാസിക്കുന്നയാൾ. നിത്യവും മഹാദേവനെങ്കിൽ ഒരു പ്രാർത്ഥന മാത്രമേ സമർപ്പിക്കാനുള്ളൂ, ഒരു നേരത്തെ അന്നമെങ്കിലും തന്നനുഗ്രഹിക്കണേ എന്ന്. അദ്ദേഹം പൂജകൾ ചെയ്യുന്ന ആ ക്ഷേത്രമാകട്ടെ അന്നത്തേക്ക് വിളക്ക് തെളിയിക്കുവാൻ പോലും വകയില്ലാത്ത ഒരവസ്ഥയിലുള്ള ക്ഷേത്രം. എന്നാൽ പോലും അവിടുത്തെ മഹാദേവനെ ഗംഭീരമായ എഴുന്നള്ളത്തുകളും ഉത്സവങ്ങളും ഒക്കെയുള്ള മൂർത്തിയായി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പൂജാരി പ്രാർത്ഥിക്കുക. എന്നെങ്കിലും ഒരിക്കൽ ആ അനുഗ്രഹം തീർച്ചയായും തനിക്ക് ലഭിക്കും എന്ന് വിശ്വസിച്ചു. എങ്കിലും തൻ്റെ ഈ കഷ്ടപ്പാടുകൾ എന്നാണ് മാറുക എന്ന് നിരന്തരം സംശയിച്ചുകൊണ്ടേയിരുന്നു. തനിക്ക് മുന്നിൽ ശ്രമിക്കുവാനൊന്നുമില്ല എന്നും ഈശ്വരൻ തനിക്ക് വേണ്ടത് ചെയ്തു തരുമെന്നും വിശ്വസിച്ചുകൊണ്ടേയിരുന്ന ഒരാൾ. ഒരു ദിവസം സാക്ഷാൽ ശ്രീ പാർവതി മഹാദേവനോട് ചോദിച്ചു, അങ്ങ് ഈ പാവപ്പെട്ട ബ്രാഹ്മണനെ കാണുന്നില്ലേ? എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എത്ര പ്രാർത്ഥിച്ചിട്ടും എന്താണ് അങ്ങ് അദ്ദേഹത്തിന് വേണ്ട എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊടുക്കാത്തത് എന്ന്. മഹാദേവൻ മറുപടി പറഞ്ഞു, ഞാൻ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ പോലും അയാൾ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾ അത്രമാത്രം മറ്റൊരാൾ വന്ന് തൻ്റെ ജീവിതത്തെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ചു പോയ ഒരാളാണ്. ഇത് കേട്ടപ്പോൾ പാർവതി ദേവിക്ക് സംശയമായി. അതെന്താണ് അങ്ങ് അങ്ങനെ പറഞ്ഞത്? നോക്കൂ, ആ ബ്രാഹ്മണൻ എന്നും എന്നോട് പ്രാർത്ഥിക്കുന്നു, ഒരു നേരത്തെ അന്നമെങ്കിലും കിട്ടുവാനുള്ള വഴിയുണ്ടാകണമേ എന്ന്. പക്ഷേ ശ്രമിക്കുവാൻ എത്രയോ വഴികൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നു, അതൊന്നും കണ്ടതായി ഭാവിക്കുന്നേയില്ല അയാൾ. പാർവതി ദേവിക്ക് ആ പറഞ്ഞത് അങ്ങോട്ടൊന്നും വ്യക്തമായില്ല.
അത് മനസ്സിലാക്കിയ മഹാദേവൻ പറഞ്ഞു, നോക്കൂ, ഞാനിപ്പോൾ തെളിയിച്ചു തരാം. മഹാദേവൻ ഒരു പിടി സ്വർണ്ണ നാണയം എന്നും ഈ ബ്രാഹ്മണൻ പൂജ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വഴിയിൽ ഇട്ടുവെച്ചു. ബ്രാഹ്മണൻ പതിവുള്ളതുപോലെ പൂജയെല്ലാം കഴിഞ്ഞ് നടയടച്ചു. അപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, മഹാദേവ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ, എൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റിത്തരണേ. ഞാനിങ്ങനെ എന്നും നിന്നോട് പ്രാർത്ഥിച്ചിട്ടും നീ എനിക്ക് വേണ്ടതൊന്നും തരുന്നില്ലല്ലോ. നിനക്കെൻ്റെ വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണോ? നീ എന്താണ് എൻ്റെ പ്രാർത്ഥനകളൊന്നും കേൾക്കാത്തത് എന്ന് പറയാണ്. പറഞ്ഞു പറഞ്ഞ് ഒരല്പം പരിഭവത്തിൻ്റെ മട്ടിലേക്ക് എത്തി ബ്രാഹ്മണൻ. ആൾ പറഞ്ഞു, നീ എൻ്റെ പ്രാർത്ഥനകളൊന്നും കേൾക്കാതെ എനിക്ക് നേരെ കണ്ണടച്ചിരിക്കുകയാണല്ലോ. ഇന്നതാ ഞാനും നിന്നെപ്പോലെ കണ്ണടച്ചിരിക്കാൻ പോവാണ്. എന്നും കണ്ണു തുറന്ന് ഈ വഴിയെ നടന്നിട്ടും നീ എനിക്ക് വേണ്ടി ഒന്നും തന്നില്ലല്ലോ. ഇന്ന് ഞാൻ കണ്ണടച്ച് നടക്കാൻ പോവാണ്. ഏതെങ്കിലും പൊട്ടക്കുഴിയിൽ വീഴട്ടെ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ബ്രാഹ്മണൻ കണ്ണടച്ച് ആ വഴിയെ നടന്നുപോയി. മഹാദേവൻ അയാൾക്ക് വേണ്ടി കരുതിയ ആ പണക്കിഴി അയാൾ കാണുകയുണ്ടായില്ല. മഹാദേവൻ ശ്രീ പാർവതിയോട് പറഞ്ഞു, കണ്ടോ, ഞാൻ അനുഗ്രഹിക്കണമെന്ന് വിചാരിച്ചാലും എല്ലാം ചെയ്തു കൊടുക്കണമെന്ന് വിചാരിച്ചാലും എനിക്ക് പരിമിതികളുണ്ട്. അത് ലഭിക്കേണ്ടയാൾ, ആ അനുഗ്രഹം സ്വീകരിക്കേണ്ടയാൾ അതിന് തയ്യാറാകണ്ടേ? എന്തെങ്കിലും ഒരു ശ്രമം ആളുടെ ഭാഗത്തുനിന്നുണ്ടാവണ്ടേ? എല്ലാം വിട്ടുകളയാൻ എളുപ്പമാണ്. ഈ കഥ ഇന്നിവിടെ പറയാനൊരു കാര്യമുണ്ട്. നോക്കൂ, ഈ രാത്രിയിൽ നമുക്കും വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ മാത്രം ആലോചിച്ചുകൊണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഈശ്വരൻ എന്തെങ്കിലും കൊണ്ടുവന്നു തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാം വിട്ടുകളഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കാം. ഭഗവാൻ നൽകിയ അനുഗ്രഹങ്ങളെ കാണാതിരിക്കാൻ കണ്ണുകൾ മുറുകെ അടച്ചു പിടിക്കാം. അതല്ലെങ്കിലോ കണ്ണുകളൊന്ന് തുറന്നു നോക്കൂ. ഒന്ന് നോക്കൂ, എത്ര അവസരങ്ങൾ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുതരുന്നുണ്ട്. ആ അവസരങ്ങളെ മനസ്സിലാക്കൂ, അവസരങ്ങളെ വേണ്ട വിധം ഉപയോഗിക്കൂ. ആത്മബന്ധു